കണ്ണൂർ DCC പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. പോയിട്ടുള്ളത് BLA ആയിട്ടുള്ള വൈശാഖാണ്. അപ്പോൾ പിറ്റേ ദിവസം സംഭവിച്ചതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. വൈശാഖിനോട് അദ്ദേഹം വിളിച്ച് പറയുന്നു ഇനി വരണ്ട എന്ന്. അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്ക് ഇല്ലേ? അതിലാദ്യം ഇത് വെച്ചു അല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ പോകാൻ വിളിച്ചിട്ട് നിങ്ങൾ നടന്നല്ലേ? അല്ല അത് ശരിയല്ലോ. എന്നാന്ന് പ്രശ്നം എന്നാന്ന് പറഞ്ഞാലേ താല്പര്യമില്ല, നമുക്കെന്താ തീരെ താല്പര്യമില്ലേ? രണ്ടാമത് നിങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ വരെയും ചെയ്താ. ഞാൻ പിന്നെ നിങ്ങൾ ആയതുകൊണ്ട് പറഞ്ഞില്ല, ഞാൻ വരില്ല. അതെ അല്ല, അവര് നമ്മ ലഘുലേഖരെ കുറിച്ച് നമ്മ രാഷ്ട്രീയം പറയാം ആരെങ്കിലും. ഒന്നാമത് നിങ്ങളെ തായിലൊരുക്കൊന്നും അറിയില്ല. അതിന് കോൺഗ്രസ് ആണോ BJP ആണോ അതിന് ഏതാ പാർട്ടിന്ന് അവർക്കൊന്നും അറിയില്ല. പിന്നെ നിങ്ങളുടെ ഉദ്യോഗസ്ഥർ ഐഡന്റിറ്റി കാർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. നമ്മൾ വോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് അത് കൊടുക്കുന്നു. നമ്മ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിട്ട് പറഞ്ഞു ചെയ്തു. നമ്മ ആരെങ്കിലും രാഷ്ട്രീയം പറഞ്ഞില്ലല്ലോ. പിന്നെ ഒന്നാമത്തെ പ്രശ്നം ഇത് അത് നിങ്ങൾ മോള് കംപ്ലൈന്റ് ചെയ്യുന്നാല് നിങ്ങൾ മോള് കംപ്ലൈന്റ് ചെയ്യും. അങ്ങനെ പറയാം. അവര് വിളിച്ച റെക്കോർഡ് മോള് കംപ്ലൈന്റ് ചെയ്യും. നിങ്ങൾക്ക് തടയുന്ന പറയുന്നുണ്ട് എന്നാക്കണ്ടേക്ക്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ വില്ലേജ് ഓഫീസറാ. കാരണം അത് മോള് ഇത് വിട്ട് നിങ്ങൾ ഇത് എടുക്കണ്ടായിരുന്നു. അവര് പറയുന്ന പിന്നെ ഒന്നും ഇതാക്കില്ല. അവര് ഞാൻ പറഞ്ഞത് അതെ അല്ല അത് ശരിയല്ല. നമ്മള് പിന്നെ BLA കളക്ടർ അംഗീകരിച്ചിട്ടുള്ള BLA ആണ്. പിന്നെ നമ്മൾ ഒരു കൊടുത്തിട്ട് ആയതാണ്. പിന്നെ അപ്പൊ നിങ്ങൾ സഹായിക്കണം പറഞ്ഞ മറ്റേ വില്ലേജ് ഓഫീസിലും വിളിച്ച് ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ പിന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്കും വരുന്നത്. അതെ നിങ്ങളത് പിന്നെ നിങ്ങളൊരു പറയുന്നത് പിന്നെ ആരുടെയും പറയും നമ്മളെ കൂട്ടുന്നില്ലെന്ന്. ഞാൻ കംപ്ലൈന്റ് ചെയ്യാം. ഞാനങ്ങനെ കംപ്ലൈന്റ് ചെയ്ത പ്രശ്നം നിങ്ങൾക്കാണ്. അത് ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ നിങ്ങൾ വിളിക്കാം. ഓക്കെ ഒരു 5 മിനിറ്റ് ഞങ്ങൾ വിളിക്കാം. അല്ല നിങ്ങൾ ഇത് പറയാം. അവരിപ്പോ ഭയങ്കരമായിട്ട് ഇതാകുന്നുണ്ട്. പിന്നെ ഞാൻ പറയേണ്ടത് കളിയും ഭയങ്കര കുഴപ്പമാക്കും. പിന്നെ ഇതാക്കും എന്നല്ല അവർ പറയുന്നത്. നിങ്ങൾ മോള് കംപ്ലൈന്റ് ചെയ്ത് നമ്മള് പണിയെടുക്കാൻ പറഞ്ഞോ. പിന്നെ മറ്റേ ഞാൻ പറയാം. എന്നോട് ഇവര് പറഞ്ഞിട്ടില്ല, എന്നോടല്ലേ പറയുന്നല്ലോ. എന്നോട് വൈശാഖേരി വരണ്ട അതിനെ തടയുന്നോ പറയില്ല. പിന്നെ എന്നോട് പറഞ്ഞാൽ അതിന്റെ മറുപടി ഞങ്ങളോട് പറഞ്ഞോളൂ. നിങ്ങൾ ഇപ്പൊ നിങ്ങളല്ലേ വിളിച്ച് പറയുന്നത് നമ്മൾ തടയുന്നില്ല ഇതിൽ നിങ്ങളോടല്ലേ പറയുന്നത്. അപ്പൊ നിങ്ങളെ കംപ്ലൈന്റ് ചെയ്യാനുണ്ട്. പിന്നെ BLA മാറെ കൂട്ടി നടക്കുന്നതില് ഇവര് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നമാക്കുന്നുണ്ട് രീതിയിൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. എന്നെ വിളിച്ചിട്ട് പറയുന്നത് നീ വൈശാഖ നീ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം ബാക്കി എന്നാ ചെയ്യട്ടെ. ഞാൻ അപ്പൊ അത് നിങ്ങൾക്കല്ലേ പ്രശ്നമാവുകയാണ്. പ്രശ്നമാണ് നമ്മൾ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞോളാം പറഞ്ഞോളാം. അന്നേരത്തിന് നമുക്ക് കുറച്ചില്ല. അവര് പിന്നെ നിങ്ങളെ ഇല്ല നമ്മള് പിന്നെ ഇതായി അതിനൊരു ഇത് നിൽക്കാൻ കഴിയില്ല. അവരുടെ ഏരിയല്ലേ. പിന്നെ അവര് പിന്നെ ഞാൻ ഒരു മിനിറ്റ് ഞങ്ങൾ വിളിക്കാം. 5 മിനിറ്റ് ഞാൻ ഇതിനകത്ത് ഇതിനകത്ത് കൃത്യമായി ഒന്നിൽ ചോദിക്കുന്നുണ്ട്. അനീഷ്
BLO വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. വൈശാഖ് പറയുന്ന ആർക്ക് എതിർപ്പ്, അതൊക്കെ ഇന്ന് വരണമെന്ന് കേട്ടോ, ഇന്ന് വരണ്ട കേട്ടോ. വൈശാഖ് ആര് എതിർക്കുന്നത്? അനീഷ്. ഭയങ്കര പ്രശ്നമുണ്ട്, അവർ തടയുമെന്ന് എല്ലാം പറയുന്നുണ്ട്. പിന്നെ പറയാം ഞാൻ. വൈശാഖ് അത് ശരിയല്ലല്ലോ, ഞാൻ BLA നിങ്ങൾ BLO അല്ലേ? അനീഷ് അതെ. വൈശാഖ് അപ്പോൾ പോകുമ്പോൾ എന്നെ വിളിക്കേണ്ടത് അല്ലേ? അനീഷ് അവര് എന്തെല്ലോ പറയുന്നുണ്ട്, പിന്നെ പറയാം, പ്രശ്നമാണ്. ഇതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളുണ്ട്. പുള്ളി പ്രിന്റ് ഇത് എടുക്കുന്ന അതിന് മുമ്പ് ആദ്യം പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം വർത്താനം പറഞ്ഞൊക്കെ കുറച്ചുകൂടി ഭീഷണി സ്വരത്തിലുള്ള സംഭവങ്ങളാണ് അവർ ഭീഷണിപ്പെടുത്തി. ഈ റഫീഖ് വളരെ ശക്തമായ ഭീഷണിയാണ് പെടുത്തിയിട്ടുള്ളത്. നിരന്തരമായ ശല്യമാണ്. കുറേ വോയിസുകൾ ഉണ്ട് അതിനകത്തുണ്ട്. ഇത് ശരിക്കും ഒരു എന്താ പറയുക, അവരൊരു വല്ലാത്ത ഒരു ധർമ്മസങ്കടത്തിൽ ആ BLOനെ പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇത് മാനസിക സംഘർഷം ആരുണ്ടാക്കി എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ പറയേണ്ട കാര്യം? ആ BLA അവിടെ ഈ വൈശാഖ് എന്ന് പറയുന്ന BLA അവിടെ സുപരിചിതനായ ആളാണ്. ഇവർക്ക് എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് ഇവര് CPMന്റെ BLOയും ഉണ്ട്, കൂടെ BLAയും ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് പിറ്റേ ദിവസം വരണ്ട എന്ന് പറയും? അവര് കൂട്ടാൻ വിട്ടിട്ടുമില്ല. ഇല്ല ഈ 2 ദിവസം പിന്നെ വിട്ടിട്ടില്ല. ആ റഫീഖ് അനീഷിന് അതാണ് ഇപ്പൊ കേട്ടത്. അനീഷും വൈശാഖും തമ്മിലുള്ള സംസാരമാണ് നിങ്ങളിപ്പോ കേട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.